സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാമോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടെന്നാണോ പറഞ്ഞേ? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്നത്? കാണാമോ? ഓക്കെ. ഇപ്പം ഹോർമോൺസിനെ നമുക്ക് വളരെ എന്താ പറയുക കുറച്ചുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോമാറ്റ്. ഓൾറെഡി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഹോർമോൺ എന്നുള്ളത് ഇപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്കിൽ നമുക്ക് പഠിക്കാനാണെങ്കിൽ ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ് ഹോർമോൺ എന്ന് പറയുന്നത്. ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോർമോൺ ഈസ് എ കെമിക്കൽ മെസ്സഞ്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം ഹോർമോൺ എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. അറിയാം. അപ്പോൾ ഇപ്പം തന്നെ ഇത് പഠിച്ചു പോവുക. ഹോർമോൺ ഈസ് എ കെമിക്കൽ മെസ്സഞ്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് റിലീസ്ഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ റിലീസ് ചെയ്യുന്നതിൻ്റെ ബേസിസ് അനുസരിച്ച് നമ്മൾ ഓട്ടോക്രൈൻ, പാരാക്രൈൻ, ഹെട്രോക്രൈൻ ഒക്കെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അത് നിങ്ങൾ വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണം. ഹോർമോൺസ് റെഗുലേറ്റ് ന്യൂമറസ് ബോഡി ഫങ്ഷൻസ്. അറിയാം നമുക്ക് നമ്മുടെ ഗ്രോത്ത്, മെറ്റബോളിസം, റീപ്രൊഡക്ഷൻ, സ്ട്രെസ്, റെസ്പോൺസസ്, അങ്ങനെ നമ്മുടെ ബോഡിയിലെ എല്ലാ ഹോമിയോസ്റ്റാസിസും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ. ദ സ്റ്റഡി ഓഫ് ഹോർമോൺ ഈസ് കോൾഡ് എൻഡോക്രൈനോളജി. അപ്പോൾ ഇത്രയും നിങ്ങൾ വായിച്ചു കാണുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇൻട്രൊഡക്ഷൻ രീതി നിങ്ങൾ ഒന്നുകൂടെ വായിക്കണം. ഹോർമോൺ ഈസ് എ കെമിക്കൽ മെസ്സഞ്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് റിലീസ്ഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. Hormones regulate numerous body functions, including growth, metabolism, reproduction, stress responses, and maintenance of internal balances. അപ്പോൾ ഇതെല്ലാം ഈ മൊത്തം ഹോർമോൺസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹോർമോൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ ഹോർമോൺസും എങ്ങനെയായിരിക്കും, നമ്മൾ എന്തുകൊണ്ട് ഒരു സാധനത്തിനെ അത് ഹോർമോൺ ആണ് മറ്റ് സെക്രീഷൻസ് അല്ല എന്ന് പറയാനുള്ള ഹോർമോൺസിന് മാത്രമായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഒന്ന് എന്തായിരിക്കും ഫസ്റ്റ് ഫീച്ചർ? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആയിരിക്കും ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എങ്ങോട്ടായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്? ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ആക്ട് ഓൺ സ്പെസിഫിക് ടാർഗറ്റ് ഓർഗൻസ് ഓർ സെൽസ്. എവിടെയായിരിക്കും ഈ ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഓർഗൻസിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെൽസിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. എഫക്റ്റീവ് ഇൻ വെരി സ്മോൾ കോൺസെൻട്രേഷൻ. ഇപ്പം നമുക്കൊരു 0.01 മൈക്രോ വോളിയം മാത്രം ഉള്ളെങ്കിൽ പോലും അതെന്ത് ചെയ്യും? എഫക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. റെഗുലേറ്റഡ് ബൈ ഫീഡ്ബാക്ക് മെക്കാനിസംസ്. നമ്മുടെ എല്ലാ ഹോർമോൺസിൻ്റെയും റെഗുലേഷൻസ്. ഇപ്പം ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ബോഡിയിൽ. അങ്ങനെ അബ്നോർമൽ സെക്രീഷൻ നടന്നാൽ നമുക്ക് വേറെ അസുഖം വരും. അപ്പോൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് വേണം, ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ കഴിയുമ്പോൾ നിർത്തുകയും വേണം. ആ റെഗുലേഷൻ നടക്കുന്ന മെക്കാനിസത്തിന്റെ പേരെന്താണ്? ഫീഡ്ബാക്ക് മെക്കാനിസം. ഈ ഫീഡ്ബാക്ക് മെക്കാനിസം പല രീതിയിൽ ഹൈപ്പോതലാമസിന്റെ ഇൻവോൾവ്മെന്റിൽ നടക്കുന്നുണ്ട്. നമ്മളത് പഠിക്കും. അപ്പോൾ ഒരു ഹോർമോൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നിങ്ങൾക്ക് ഒരു എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർവ്യൂവിനാണെങ്കിലും നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ പറയണം? സെക്രീറ്റഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, released directly into the bloodstream, act on specific target organs or cells, effective in very small concentrations, helps to maintain homeostasis, regulated by feedback mechanism. Okay. നെക്സ്റ്റ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് നമ്മളത് പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഗ്ലാൻഡുകൾ, ഏതൊക്കെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ മേജർ ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസും ഒന്നും നമുക്ക് പാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് മേജർ. ഇതും ഓൾറെഡി നമ്മൾ ഒന്ന് റിവിഷൻ ചെയ്തതാണ്. അപ്പോൾ ഏതാണ് ഫസ്റ്റ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഏതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? TRH, CRH, GnRH, GHRH. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇതാണ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. അപ്പോൾ ഇതിനകത്ത് മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്.
ഇത് പഠിപ്പിച്ചതായതുകൊണ്ടാണ് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് GH, TSH, ACTH, FSH, LH, പ്രൊലാക്റ്റിന്. ഏതാണ് GH? ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോപ്പി ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ ആൻഡ് പ്രൊലാക്റ്റിൻ. നിങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. മാസ്റ്റർ ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ് ഏതാണ്? പിറ്റ്യൂട്ടറി ആണ്. നെക്സ്റ്റ് തൈറോയ്ഡ് ആണ്. തൈറോയ്ഡ് ഏതൊക്കെയാണ്? T3, T4 ആൻഡ് കാൽസിറ്റോണിൻ. ഈ കാൽസിറ്റോണിൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒരിക്കലും വരാറില്ല, അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കുക. T3, T4 നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഓർക്കും. അതുപോലെ തന്നെ തൈറോയ്ഡ് നിൽക്കുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി പിറ്റ്യൂട്ടറിയുടെ TSHനെ കയറി ആഡ് ചെയ്യുകയും ചെയ്യരുത്. തൈറോയ്ഡിൽ വരുന്ന ഏതാണ്? T3, T4 ആൻഡ് കാൽസിറ്റോണിൻ. എന്താ ചെയ്യുന്നത്? നമ്മുടെ മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നു. പാരാതൈറോയ്ഡ് എന്താണ്? പാരാതൈറോയ്ഡ് ഹോർമോൺ. കാൽസ്യം റെഗുലേഷൻ ആണ് ഫംഗ്ഷൻ. അഡ്രിനാൽ ഗ്ലാൻഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, അഡ്രിനാലിൻ. അപ്പൊ രണ്ടേയും A²C എന്ന് വേണേൽ പഠിക്കാം നമുക്ക്. അൽഡോസ്റ്റിറോൺ, അഡ്രിനാലിൻ, കോർട്ടിസോൾ. സ്ട്രെസ് റെസ്പോൺസുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഡ്രിനാലാണ്. നമുക്കറിയാം ഫയർ ആൻഡ് ഫൈറ്റ് ഹോർമോൺസും ഫിയർ ഹോർമോൺസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ പറയുക? പാങ്ക്രിയാസിൻ്റേത് ഇൻസുലിനും ഗ്ലൂക്കോണും. ഈ ബേസിക് ആദ്യം കിട്ടണം നമുക്ക്, എന്നിട്ട് വേണം അതിൻ്റെ ബാക്കിയാണ്. അപ്പം ഇൻസുലിൻ ഗ്ലൂക്കോൺ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ള രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കോണും. ഓവറിയുടെ ഏതാണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസുകളാണ്. ടെസ്റ്റിസിൻ്റെ എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. മെയിൽ റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. പീനിയൽ ഗ്ലാൻഡ്, മെലറ്റോണിൻ. ഇത് എപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുന്നതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് റെഗുലേഷൻ ആണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. നിങ്ങൾ ജയിലിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഹൈപ്പോതലാമസ് ഏതൊക്കെയാണ് ഗ്ലാൻസുകൾ? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാരാതൈറോയിഡ്. ഫസ്റ്റ് വൺ ഈസ് hypothalamus, second is pituitary, thyroid, parathyroid, adrenal, pancreas, then ovary, testis, pineal. അപ്പോൾ അതൊന്ന് വീണ്ടും റിവിഷൻ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് ഈസ് നമുക്ക് ഇനി ക്ലാസിഫിക്കേഷൻസ്. പണ്ടായിരുന്നു നമ്മൾ ഓരോ ഹോർമോൺസും അതിൻ്റെ പേര് അങ്ങനെ പഠിക്കുന്നത്. ഇപ്പം എന്താ ചെയ്യുക? ഇപ്പം അതിൻ്റെ പേര് വെച്ചിട്ടാണ് പെപ്റ്റൈഡ് ഹോർമോൺസ്, അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ചതാണ് പ്രോട്ടീൻ ഹോർമോൺസ്. അപ്പോൾ പെപ്റ്റൈഡ് അഥവാ പ്രോട്ടീൻ ഹോർമോൺസിൽ വരുന്നവരാണ് ഇൻസുലിൻ, ഗ്ലൂക്കാഗോൺ, ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, ACTH. ഏതൊക്കെയാണ്? ഇൻസുലിൻ, ഗ്ലൂക്കഹോൺ, ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിന്, ACTH. എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഈ പെപ്റ്റൈഡ് അഥവാ പ്രോട്ടീൻ ഹോർമോൺസ് വാട്ടർ സോലുബിൾ ഹോർമോൺസ് ആണ്. ആക്ട് ത്രൂ മെമ്പറൈൻ റിസപ്റ്റേഴ്സ് വഴിയാണ് ഇത് ആക്ഷൻ നടക്കുന്നത്. വളരെ വെരി ഫാസ്റ്റ് ആക്ഷൻ ആണ്. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ ഒരു ഹോർമോൺസ് വരികയാണ്, ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. ഈ റിസപ്റ്ററിൽ വന്ന് ആക്ട് ചെയ്യുന്നു. ദെൻ അവിടെ നിന്നൊരു സെക്കൻഡ് മെസ്സഞ്ചർ കാണും. സൈക്ലിക് AMP GMP ആരാന്ന് വെച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് റിസപ്റ്റർ ഉണ്ടാവരും. അവിടെ ആക്ട് ചെയ്യുന്നതനുസരിച്ച് ആ മെസ്സഞ്ചർ അതിന്റെ സിഗ്നൽ റെസ്പോൺസിനെ വഹിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് ഇതിന്റെ പെപ്റ്റൈഡ് ഹോർമോൺസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. പെപ്റ്റൈഡ് ഹോർമോൺസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺസിന്റെ പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ്? ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, 2G, IG²PA, IG²PA എന്ന് പഠിക്കുക. എന്ന് വെച്ചാൽ ഇൻസുലിൻ ഒന്നുണ്ട്, പിന്നെന്താണ് G² എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കഗോണും ഗ്രോത്ത് ഹോർമോണും, പിന്നെ P എന്താണ്? പ്രൊലാക്റ്റിന്, A എന്താണ്? ACTH അല്ലെങ്കിൽ ACTH തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ അടുത്തത് സ്റ്റിറോയിഡ് ഹോർമോൺസുകളാണ്. അപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ഹോർമോൺസിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസുലിനും ഗ്ലൂക്കോണും ഉറപ്പായിട്ടുണ്ട്, പിന്നെ GH, ACTH, പ്രൊലാക്റ്റിന്. ദെൻ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഇത് നമ്മൾ അറിയാം. സ്റ്റിറോയിഡുകളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഡിറൈവ്ഡ് ഫ്രം കൊളസ്ട്രോൾ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഓർത്തിരിക്കേണ്ട കാര്യം സ്റ്റിറോയിഡുകളുടെ എല്ലാം കോർട്ടിസോള്, ആൾഡോസ്റ്റിറോണ്, ടെസ്റ്റോസ്റ്റിറോണ്, ആ പേരിൽ തന്നെയുണ്ട്. സ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും, സ്റ്റിറോയിഡ് ഹോർമോൺസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രോട്ടീൻ ഓർ പെപ്റ്റൈഡ് ഹോർമോൺ ഈസ് വാട്ടർ സോലുബിൾ. അപ്പോൾ നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസുകളെല്ലാം എന്തായിരിക്കും? ഇറ്റ് ഈസ് ഫാറ്റ് സോലുബിൾ. കാരണം നമ്മൾ കൊളസ്ട്രോൾ ഡിറൈവ്ഡ് ആണെന്ന് പറഞ്ഞു. കൊളസ്ട്രോൾ നമ്മൾ ഏതിലാണ് പഠിക്കുന്നത്? ലിപ്പിഡ് മെറ്റബോളിസത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻറ്റർ ദ ന്യൂക്ലിയസ്, ഇതിന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ന്യൂക്ലിയസിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ സ്ലോ ബട്ട് പ്രൊലോങ്ഡ് ആക്ഷൻ, വളരെ സ്ലോ മൂവിങ് ആണ്, പക്ഷെ നമുക്ക് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ് വെരി പ്രൊലോങ്ഡ് ആണ്. ഇതേണ്ടേ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഇവിടെ വരുന്നു, നേരെ ന്യൂക്ലിയസിലേക്ക് എൻ്റർ ചെയ്യുന്നു, അവിടെ റിസപ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നു? ജീനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ സ്ലോ മൂവിങ് ആണെങ്കിലും പ്രൊലോങ്ഡ് ആക്ഷൻ നടക്കുന്നത്. പിന്നെ അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസ്. അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസുകൾ ഏതൊക്കെയാണ്? T4, തൈറോസിൻ, T4, T3, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ആൻഡ് മെലറ്റോണിൻ. അപ്പൊ അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺസ് ഏതൊക്കെയാണ്? T3, T4,
അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ ആൻഡ് മെലറ്റോണിൻ. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ച് പഠിക്കണം. അത് ഒറ്റ ദിവസം കൊണ്ട് ഇത് പഠിച്ച് തലയിൽ കയറ്റാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. അപ്പോൾ ഓരോ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പറയുകയാണ്, മെക്കാനിസം ഓഫ് ആക്ഷൻ. വാട്ടർ സോൾബിൾ ഹോർമോൺസ് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏതാണ്? ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ. പ്രോട്ടീൻസ് ഓർ പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് വാട്ടർ സോൾബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് കനോട്ട് എൻറ്റർ ദ സെൽ, ബൈൻഡ് ടു ദ റിസപ്റ്റർ. ഡയറക്ട്ലി എൻ്റർ ചെയ്യുന്നില്ല സെല്ലിലേക്ക്. ഒരു റിസപ്റ്റർ വേണം. റിസപ്റ്ററിന്റെ സഹായത്തോടെ മാത്രമേ ഇതിന് സെൽ മെമ്പറിനുള്ള റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ അതിനകത്തേക്ക് കടക്കാൻ പറ്റൂ. ചുമ്മാ നേരെ ചാടി വന്ന് സെല്ലിന്റെ അകത്തേക്ക് ചാടി കയറാൻ പറ്റത്തില്ല. എന്നിട്ട് അവിടെയുള്ള മെസ്സഞ്ചേഴ്സ് ആരെയാണോ അവരെ ആക്ടിവേറ്റ് ചെയ്യും. മേ ബി അത് ഞാൻ പറഞ്ഞു, സൈക്ലിക് AMP ആവാം, സൈക്ലിക് GMP ആവാം, ഡയസൈക്ലിസറോൾ ആവാം, ഇനോസിറ്റോൾ ഫോസ്ഫേറ്റ് ആവാം. ഇവരെ ആരെങ്കിലും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു സെല്ലുലാർ റെസ്പോൺസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ നടക്കുന്ന മെക്കാനിസം വെച്ചാൽ അതിനകത്ത് ഒരു ഈ സൈക്ലിക് AMPനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നേരെ അവിടെ ഒരു പ്രോട്ടീൻ കൈനേസ് എൻസൈം ഉണ്ട്. ആ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് സെല്ലുലാർ റെസ്പോൺസ് ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണ ഏതാണ്? നമ്മുടെ പ്രോട്ടീൻ ഹോർമോൺസ്, ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, ACTH ഒക്കെയാണ്. ലിപ്പിഡ് സോൾബിൾ ഹോർമോൺസിന്റെ ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നേരെ സെല്ലിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, നേരെ ന്യൂക്ലിയസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ന്യൂക്ലിയസിനകത്ത് ചെല്ലുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സിനെ ബൈൻഡ് ചെയ്യുന്നു, ജീൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. ഇത് സ്ലോവർ ആണ്, ബട്ട് നമ്മൾ പറഞ്ഞു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. എക്സാമ്പിൾ കോർട്ടിസോൾ, തൈറോക്സിൻ, ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് ഈസ്ട്രോജൻ ഒക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ റെഗുലേഷൻ, ഫീഡ്ബാക്ക് മെക്കാനിസം. നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഇങ്ങനെ എന്താ പറയുക, അൺകൺട്രോൾഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമുക്കൊരു എന്താ പറയുക, ആ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആവശ്യത്തിന് വേണം, ബാക്കി എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ അതിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഈസ് വെരി കോമൺ. മോസ്റ്റ് കോമൺ ഹോർമോൺ റെഗുലേറ്ററി മെക്കാനിസം എന്ന് വെച്ചാൽ ഏതാണ്? നെഗറ്റീവ് ഫീഡ്ബാക്ക്. ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് എ പ്രോസസ് റിഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഹോർമോൺസ്. അപ്പൊ സാധാരണ നമ്മളിപ്പോൾ ഒരു ഹോർമോണിന്റെ റിയാക്ഷൻ നടന്നു, അതിന് അവസാനം ഫൈനലി ഒരു എൻഡ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ എൻഡ് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഏകദേശം കുറയും. എക്സാമ്പിൾ, ഇപ്പോൾ ഹൈ തൈറോയ്ഡ് ഹോർമോൺ ലെവൽ ആണെങ്കിൽ സപ്രസസ് ദ TSH സെക്രീഷൻ. ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ആണെങ്കിൽ ദെൻ ഇൻക്രീസ് ഇൻസുലിൻ, ഇൻസുലിന്റെ ലെവൽ അപ്പോൾ എന്ത് ചെയ്യും? കൂടും. ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മുടെ ബോഡി കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ ആര് വരും? ഇൻസുലിൻ വരും. ഇൻസുലിൻ കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി ബ്ലഡ് ഗ്ലൂക്കോസ് അവിടെ കുറയും. അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവൽ കൂടുന്നു, അപ്പോൾ TSH വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കുറയ്ക്കുന്നു. ദെൻ ഈ TSHന്റെ ലെവൽ അവിടെ കുറയും തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവൽ കൂടുമ്പോൾ. ഇങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മുടെ ബോഡി കൂടുന്നതനുസരിച്ച് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂടും. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇൻസുലിൻ വന്നിട്ട് ബ്ലഡ് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഗ്ലൂക്കോസിന്റെ ലെവൽ അവിടെ കുറയും. ഇങ്ങനെ ഒരു എന്താ പറയുക, നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി വർക്ക് ചെയ്യും. അപ്പൊ അതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻഹിബിഷൻ നടക്കുന്ന വെച്ചാൽ ആദ്യം നമ്മുടെ എന്താ പറയാ, നോർമലി ഉള്ള മെക്കാനിസം ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, തൈറോയ്ഡ് ഗ്ലാൻഡ്, ഈ പ്രൊഡക്ഷൻ നടക്കുന്നു. ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ പറയുമ്പോൾ ഇവിടുന്ന് ഈ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ ഈ എന്താ പറയാ നടക്കുന്ന മെക്കാനിസത്തിന് നേരെ നെഗറ്റീവ് നടക്കും. വീണ്ടും ഈ നെഗറ്റീവ് റിയാക്ഷൻസ് ഹൈപ്പോതലാമസിൽ നെഗറ്റീവ് സിഗ്നൽ ഓടിച്ചു, എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ മതി എന്നുള്ള സിഗ്നൽ കൊടുത്തിട്ട് നമ്മുടെ ഹൈപ്പോതലാമസിനെ അത് നിർത്തും, അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നേരെ നടക്കുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു നെഗറ്റീവ് റെസ്പോൺസ് കൊടുത്ത് അതിനെ നിർത്തുന്നു. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അധികം നടക്കാറില്ല, റെയറായിട്ട് നടക്കുന്ന മെക്കാനിസമാണ്. ഇനിയിപ്പോൾ അഥവാ എൻ പ്രോഡക്റ്റ് ഉണ്ടായാൽ ആ എൻ പ്രോഡക്റ്റിന്റെ ബേസിസിൽ ഈ പറഞ്ഞ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഓക്സിറ്റോസിൻ ഇപ്പം നമ്മൾ ചൈൽഡ് ബർത്തിന് സമയത്തുണ്ടാകുന്ന നമുക്കറിയാം, എന്താ പറയുക, പാർട്ടൂറിഷൻ ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിൻസും ഒക്കെ. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നു? യൂട്രൈൻ കൺട്രാക്ഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്സിറ്റോസിന്റെ അളവ് കൂടും, പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ഒരു എൻ പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ കൂടുകയാണ്. സാധാരണ നോർമലി ഇപ്പം നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിയിരിക്കുമ്പോൾ ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓക്സിറ്റോസിന്റെ അളവും വരുമ്പോൾ നമ്മുടെ കൺട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്താ പറയുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഹോർമോൺസിലേക്ക് കിടക്കാം. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇതിൽ പഠിക്കേണ്ട പോയിന്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ബോൺ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, മസിൽസ് ഗ്രോത്തിനെ, എല്ലാം ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, ആന്റീരിയർ പിറ്റ്യൂട്ടറി. പക്ഷേ മെറ്റബോളിസത്തിനും അതിന് റോളുണ്ട്. പ്രോട്ടീൻ സിന്തസിസ്, ഫാറ്റ് മെറ്റബോളിസം ഒക്കെയാണ് അതിന്റെ. അപ്പോൾ ഓരോ ഹോർമോൺസ് എടുക്കുമ്പോൾ അതിന്റെ ബേസിക് കാര്യം ഒന്ന്, ഇത് ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ, ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഫംഗ്ഷൻ എന്താണ്? ബോൺ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ദെൻ മസിൽസ് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഫാറ്റ് മെറ്റബോളിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? ജൈജാൻഡിസം, അക്രോമെഗലി, ഡ്വാർഫിസം.
ദെൻ തൈറോയ്ഡ് ഹോർമോൺസ് T3 ആൻഡ് T4. അപ്പോൾ GH എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരേണ്ട കാര്യം പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ദെൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെ ഫംഗ്ഷൻസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഡെഫിഷ്യൻസി ഉണ്ട്, എന്തൊക്കെ വരാം. ജൈജാൻഡിസം, അക്രോമൈലി, ഡ്വാഫിസും ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രോത്ത് ഹോർമോണായിട്ടാണ്. തൈറോയ്ഡ് ഹോർമോൺസ് T3 ആൻഡ് T4. ദെൻ നമുക്കറിയാം മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നു, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു, ഹീറ്റ് പ്രൊഡക്ഷൻസ്. അപ്പോൾ ഓരോ സ്പെസിഫിക് ഫംഗ്ഷൻസിലേക്ക് നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ റോൾ ഉണ്ട്, ഹീറ്റ് പ്രൊഡക്ഷനിൽ റോൾ ഉണ്ട്. ഡിസോർഡേഴ്സ് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഗോയിറ്റ്. നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്? നമ്മളിപ്പം തൈറോയിഡ് റിലേറ്റ് ചെയ്ത് നോക്കാം, TSH നോക്കും, T3 ആൻഡ് T4 നോക്കാം. T3, T4, TSH ആണ് നമ്മൾ തൈറോയിഡ് പാനലിൽ ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നെക്സ്റ്റ് പാരാതൈറോയ്ഡ് ഹോർമോൺ ആണ്. പാരാതൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡിന്റെ കാൽസ്യം ലെവൽ കൂട്ടുക എന്നുള്ളതാണ് ഇത് മെയിൻ ജോലി. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാം, ബോണിന്റെ റിസോർപ്ഷനെ കൂട്ടുക. അപ്പൊ നമ്മൾ ഇതില് പാരാതൈറോയ്ഡ് ഹോർമോൺസ് നിങ്ങൾക്ക് അറിയാം, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലഡ് കാൽസ്യം ലെവൽ കൂട്ടാൻ, വൈറ്റമിൻ ഡി ആക്ടിവേഷൻസ് ആൻഡ് ബോൺ റിസപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഈ ഫംഗ്ഷൻസ് ആദ്യം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ടെസ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, പാരാതൈറോയ്ഡ് സിറം PTH നോക്കുക, കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ നോക്കുക. അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ പ്രോപ്പർ അല്ല. പിന്നെ ഇൻസുലിനകത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ആദ്യത്തെ സെന്റൻസ് ആണ് ഇൻസുലിൻ ഗ്ലൂക്കോഗോണിന്റെ ആരാണ്, അതിന്റെ സോഴ്സ് എന്താണ്? പാങ്ക്രിയാസ് ആണ്. ഏത് സെൽസ് ആണ് പാങ്ക്രിയാസിന്റെ? ബീറ്റ സെൽസ്. ദെൻ ഗ്ലൂക്കോഗോൺ ആണെങ്കിൽ ഏതാണ്? ആൽഫ സെൽസ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻസുലിന്റെ റോൾ എന്തായിരിക്കും? എപ്പോഴും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ്, ലോവേഴ്സ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പൊ ഗ്ലൂക്കോഗോണിന്റെ റോൾ എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക എന്നുള്ളതാണ്, ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. തന്നെ അതുപോലെ തന്നെ പ്രൊമോട്ട് ഗ്ലൈക്കോജൻ ഫോർമേഷൻ ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. ഉള്ള ഗ്ലൂക്കോസിനെ എന്തായിട്ട് മാറ്റണം? കൺവേർട്ട് ടു ഗ്ലൈക്കോജെനിസിസ്, ഗ്ലൈക്കോജൻ പ്രൊഡക്ഷൻ കൂട്ടുക. ഇരിക്കുന്ന ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുക. എന്നാൽ മാത്രമല്ല ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. പ്രോട്ടീൻ സിന്തസിസും കൂടി കൂട്ടുക. ഇത് രണ്ടുമാണ്, എന്നാൽ മാത്രമേ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതാണ് ഇൻസുലിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഡിസീസ് എന്തായിരിക്കും? ഒബിയസ്ലി DM, ഡയബറ്റിസ് മെൽറ്റസ്. FBS നോക്കാം, HbA1c നോക്കാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് നോക്കാം, C പെപ്റ്റൈഡ് നോക്കാം. ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഇൻസുലിനും C പെപ്റ്റൈഡും നമ്മൾ ഈ കൂടെ പണ്ടൊക്കെ നമ്മൾ FBS, PPBS, HbA1c ആയിരുന്നു. അപ്പൊ ഇപ്പൊ വരുന്ന റീസെന്റ് ടെസ്റ്റുകളിൽ ഒന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസും C പെപ്റ്റൈഡും. ഗ്ലൂക്കോഗൺ എന്താണ്? സെക്രറ്റ് ചെയ്യുന്ന ആരാണ്? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോലെ ഇൻസുലിൻ ബീറ്റ സെൽസും ഗ്ലൂക്കോഗോൺ ആൽഫ സെൽസും ആണ്. അതാണ് എപ്പോഴും ഒരു ബേസിക് നോളജ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക എന്നുള്ളത്. നെക്സ്റ്റ് കോർട്ടിസോൾ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോഴ്സ് അഡ്രിനാൽ കോർട്ടക്സ്. അഡ്രിനാൽ ഗ്ലാൻഡിന് പുറത്തിരിക്കുന്ന അഡ്രിനാൽ കോർട്ടക്സ് ആണ് അഡ്രിനാൽ ഗ്ലാൻഡിന്റെ പോർഷൻസ്. അഡ്രിനാൽ കോർട്ടക്സ് ഉണ്ട്, അഡ്രിനാൽ മെഡുല ഉണ്ട്. അപ്പൊ അഡ്രിനാൽ കോർട്ടക്സ് സെക്രറ്റ് ചെയ്യുന്നതാണ് കോർട്ടിസോൾ. ഇപ്പൊ അത് കോർട്ടക്സിൽ തന്നെ ഉണ്ട് പകുതി പേര്, അങ്ങനെ വെച്ച് അത് പഠിക്കാം. അഡ്രിനാൽ കോർട്ടക്സ്, അഡ്രിനാൽ കോർട്ടിസോൾ സെക്രറ്റ്. ഫംഗ്ഷൻ എന്താണ്? ഇത് സ്ട്രെസ് ഹോർമോൺ ആണ് അറിയപ്പെടുന്നത്. ഗ്ലൂക്കോസിന്റെ ലെവലിനെ കൂട്ടും, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിന്റെ ടെസ്റ്റുകൾ ഏതാണ്? സിറം കോർട്ടിസോൾ നോക്കാം, ACTH നോക്കാം, 24 hour യൂറിനറി കോർട്ടിസോൾ നോക്കാം. അപ്പൊ കോർട്ടിസോളിന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്ത് കാണണം? അഡ്രിനാൽ കോർട്ടക്സ് എന്താണ് ഫംഗ്ഷൻ? സ്ട്രെസ് ഹോർമോൺ, ഇൻക്രീസസ് ഗ്ലൂക്കോസ്, ആന്റി ഇൻഫ്ലമേറ്ററി, പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ഏതൊക്കെയാണ്? സിറം കോർട്ടിസോൾ, ACTH ആൻഡ് 24 hour യൂറിനറി കോർട്ടിസോൾ. നെക്സ്റ്റ് ഈസ് ആൾഡോസ്റ്റിറോൺ. ആൾഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താണ്? Aldosterone is very important hormone. Sodium retention, potassium excretion, blood pressure regulation. നമുക്ക് ആൾഡോസ്റ്ററോണിന്റെ ലെവൽ നോക്കാം സർ. പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി. അപ്പൊ എന്തിനാണ് പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി നോക്കുന്നത്? ഏത് ഹോർമോൺ ലെവൽ അസസ് ചെയ്യാന്ന് വെച്ചാൽ ദിസ് ആൻസർ ഈസ് ആൾഡോസ്റ്ററോൺ. ദെൻ നെക്സ്റ്റ് ഈസ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ മറ്റൊരു പേരെന്താണ്? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയും. അപ്പൊ കോർട്ടിസോൾ അഡ്രിനാൽ കോർട്ടക്സ് ആണെങ്കിൽ അഡ്രിനാലിൻ ഏതാണ്? അഡ്രിനാൽ മെഡുല. അപ്പൊ BP, ഹാർട്ട് റേറ്റ് കൂട്ടുക, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുക, നമ്മുടെ ബ്രോങ്കസിനെ ഡയലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ റെസ്പോൺസ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ അറിയപ്പെടുന്ന ഏതാണ്? അഡ്രിനാലിൻ. പിന്നെ മറ്റൊരു പേരെന്താണ്? കാറ്റക്കോളമീൻസ്. അഡ്രിനാലിനെ നോർ അഡ്രിനാലിനെ നമ്മൾ വിളിക്കുന്നത് എന്തിനാണ്? കാറ്റക്കോളമീൻസ് എന്നാണ്. നെക്സ്റ്റ് ഈസ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ എല്ലാം റീപ്രൊഡക്റ്റീവ് ഹോർമോൺസുകളാണ്. അപ്പൊ ഈസ്ട്രജൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ് ഫീമെയിൽ secondary sexual characters development, menstrual cycle regulation,
ബോൺ ഹെൽത്ത്, ഇതിനെല്ലാം സഹായിക്കുന്ന ആരാണ്? ഈസ്ട്രജൻ ആണ്, ഫീമെയിൽ ഹോർമോൺസ്. പ്രൊജസ്ട്രോൺ ഇതുപോലെ പ്രഗ്നൻസി മെയിൻ്റനൻസ്, പ്രിപ്പയർ യൂട്രസ് ഫോർ ഇംപ്ലാന്റേഷൻ, അതാണ് അതിന്റെ മെയിൻ റോൾ. അപ്പൊ ഈസ്ട്രജൻ സെക്കൻഡറി സെഷ്യൽ ക്യാരക്ടേഴ്സിനും മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ പ്രൊജസ്ട്രോൺ പ്രഗ്നൻസി PR പ്രഗ്നൻസി റിലേറ്റഡ്, ദെൻ ആൻഡ് പ്രിപ്പയർ യൂട്രസ് ഫോർ ഇംപ്ലാന്റേഷൻ. ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ റിപ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റ്, മസിൽ ഗ്രോത്ത് ആൻഡ് ലിബിഡോ, ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ നമ്മൾ സാധാരണ ടെസ്റ്റോസ്റ്റിറോൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറയും, ടോട്ടൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് നോക്കും, ഫ്രീ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് നോക്കും. നെക്സ്റ്റ് നമുക്ക് മെയിൻ ആയിട്ടും കുറച്ച് ഹോർമോൺ, അതാണ് നമ്മുടെ ബേസിക് ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും. നെക്സ്റ്റ് ഈസ് ഹോർമോൺ റിസപ്റ്റേഴ്സ്. ഈ ഇടയായിട്ട് അങ്ങനെ റിസപ്റ്റേഴ്സ് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ റിസപ്റ്റേഴ്സുകൾ? ഹോർമോൺസ് ആക്ട് ഉള്ളി ഡയറക്റ്റ് ആക്ട് ചെയ്യുന്ന എൻ്റർ ചെയ്യുന്നതും അവർക്ക് ഒരു റിസപ്റ്റേഴ്സ് എന്താണെങ്കിലും വേണം. അപ്പൊ ആ ടാർഗറ്റ് സെൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സ്പെസിഫിക് റിസപ്റ്റേഴ്സിനെ അവർ ബൈൻഡ് ചെയ്യും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്, സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സ് ഉണ്ട്, ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പം ആർക്കാണ് മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ഉള്ളത്? പെപ്റ്റൈഡ് ഹോർമോൺസ്, അതെ, പ്രോട്ടീൻ ഹോർമോൺസ്. ഞാൻ ആ പടത്തിൽ കാണിച്ചായിരുന്നു, നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരു റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിനെ ബൈൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സ് ഉള്ളത് സ്റ്റിറോയ്ഡ് ഹോർമോൺസ്. ആരാണ് സ്റ്റിറോയ്ഡ് ഹോർമോൺസ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊളസ്ട്രോളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണിനൊക്കെയാണ്. ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആർക്കാണുള്ളത്? തൈറോയ്ഡ് ഹോർമോൺസിനും വൈറ്റമിൻ ഡിക്കുമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് ഇത് റിവൈസ് ചെയ്യണം. നെക്സ്റ്റ് സാധാരണ ഏതൊക്കെയാണ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മുടെ ഹോർമോൺസ് റിലേറ്റ് ചെയ്ത് വെച്ചാൽ ഇമ്മ്യൂണോസെ ടെക്നിക്കുകളാണ് മേജർ ടെക്നിക്കുകൾ. എലൈസ ചെയ്യും, ക്ലിയ ചെയ്യും. ഈ ക്ലിയ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എലൈസ നമുക്ക് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് എസ്സേ ആണ് കേട്ടോ. ക്ലിയ എന്താണ്? കെമി ലൂമിനസെന്റ് ഇമ്മ്യൂണോ എസ്സേ ആണ്. എക്ലിയ എന്താണ്? ഇലക്ട്രോ കെമി ലൂമിനസെന്റ് ഇമ്മ്യൂണോ എസ്സേ ആണ്. RI എന്താണ്? റേഡിയോ ഇമ്മ്യൂണോ എസ്സേ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ഈ അസൈൽ ചെയ്യുന്നത്? ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസ്. ഒരു ആന്റിജൻ ഉണ്ട്, ആന്റിബോഡി ഉണ്ട്, അതിനോട്ട് ഉണ്ടാകുന്ന കോംപ്ലക്സ് നമ്മൾ എൻസൈം, അതിനകത്ത് എന്താ പറയുക, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എൻസൈം ആഡ് ചെയ്യുന്നു, അതിനെ ബൈൻഡ് ചെയ്യുന്നു, ദെൻ നമ്മൾ അതിനകത്ത് നിന്ന് ആ സിഗ്നൽ റീഡ് ചെയ്യുന്നു. ദെൻ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഏതാണ്? ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി, മാസ് സ്പെക്ട്രം ഫോട്ടോമെട്രി ഒക്കെയാണ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ. ദെൻ നമുക്ക് സിറം ഏതൊക്കെ, എന്തിൽ നിന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഹോർമോൺസിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? സിറം, പ്ലാസ്മ, യൂറിന്, സലൈവ, ഇതൊക്കെ എടുത്ത് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കണം. അത് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കാം. കോർട്ടിസോൾ എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത്? മോർണിംഗ് സാമ്പിളിൽ വേണം കോർട്ടിസോൾ എടുക്കാനായിട്ട്. അപ്പോൾ അത് കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ ഫാസ്റ്റിംഗ് സാമ്പിൾസ് വേണമെങ്കിൽ, ഫാസ്റ്റിംഗ് സാമ്പിൾസ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. മോർ പ്രിഫറബിൾ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് സാമ്പിൾ ആണ് എപ്പോഴും. ഇപ്പോൾ കോർട്ടിസോൾ ഒക്കെ ആണെങ്കിൽ എന്താ പറയുക, റാൻഡം സാമ്പിൾ പറ്റത്തില്ല. അത് വളരെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കറക്റ്റ് മോർണിംഗ് സാമ്പിൾ തന്നെ എടുക്കണം എന്നുള്ളത്. പിന്നെ ഹീമോലൈസിസ് ഒഴിവാക്കണം. പ്രോപ്പർ ട്യൂബിൽ വേണം എടുക്കാനായിട്ട്. അത് എത്ര ടെമ്പറേച്ചറിലാണോ കീപ്പ് ചെയ്യേണ്ടത്, ഡിലേ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള വെച്ചാൽ ആ ഒരു എന്താ പറയുക, ഇപ്പം ഇത്ര ഡിഗ്രീസ് 2 to 4 ഡിഗ്രിയിലാണ്, 2 to 6 സൂക്ഷിക്കണമെങ്കിൽ അതിൽ തന്നെ കീപ്പ് ചെയ്യുക. എന്താ ഫ്രീസർ ചെയ്യരുത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറിൽ. അപ്പോൾ ഇത്ര ഡിലേ ഉണ്ടെങ്കിൽ, ഇപ്പം മീൻസ് എപ്പോഴും ഒരു ഡിലേ വരാതെ വിത്തൗട്ട് ഡിലേ എന്നാണ് പറയുന്നത്. അഥവാ എനി ഡിലേ നമ്മൾ എന്താ റെഫ്രിജറേറ്റർ സൂക്ഷിക്കും. അപ്പോൾ 2 to 8 ഡിഗ്രി സെൽഷ്യസിൽ വെക്കും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ യൂറിൻ എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാറ്റക്കോളമീൻസ് ഒക്കെ ആണെങ്കിൽ H2SO4 ആണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ, ഇപ്പോൾ യൂറോബിലിനൊക്കെ ആണെങ്കിൽ സോഡിയം കാർബണേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ പ്രിസർവേറ്റീവ് ഇട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് കീപ്പ് ചെയ്യാൻ വേണ്ടി. ട്രാൻസ്പോർട്ടേഷന് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കത്തിയോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒറ്റ ഒരു സ്ട്രെച്ചിൽ ഈ ഹോർമോൺസ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളാണ് ഇത്. ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഹോർമോൺസിൻ്റെ ഒരു മാർക്കേ നമുക്കുള്ളൂ. നമ്മുടെ DHS DMEക്ക് ഹോർമോൺസിലെന്ന് ചോദിക്കാൻ. ആ ഒരു മാർക്കിന്റെ സാധനം കിടക്കുന്ന സംഭവമാണ് ഇത്. കാരണം ഇതിന് നിങ്ങൾ വേറെ ഒന്നും, ഒരു 10 ബുക്ക് പഠിച്ചാലും 20 ബുക്ക് പഠിച്ചാലും ഒറ്റ ഒരു ക്വസ്റ്റിനെ ഹോർമോൺസിന് വരുള്ളൂ. ആ ഒരു ഹോർമോൺസിന്റെ ബേസിക് ഐഡിയ ആണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് വല്ലതും മനസ്സിലായോ? ചാറ്റ് ബോക്സിലൊന്ന് പറയോ.
കുറച്ചൊക്കെ മനസ്സിലായി. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ഇട്ടപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കാണും. പക്ഷെ നിങ്ങൾ ആരും തന്നെ ഓരോ പേജും എടുത്ത് ഇങ്ങനെ അതിനകത്ത് എന്താണെന്ന് നോക്കാൻ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നമ്മളത് വിട്ടു. പക്ഷെ നിങ്ങൾ അതിനെ എടുത്ത് ഓരോ പേജായിട്ട് നോക്കുക. ഇപ്പം ഒരു എന്താ പറയാ ഞാനിപ്പോ ഇത് പഠിപ്പിച്ച ആ ഒരു ടോപ്പിക്ക് ഇപ്പൊ ഇതൊരു പേജ് ആണെന്ന് വെച്ചാൽ ഈ ഒരു പേജിൽ എന്തൊക്കെയാ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് ഹോർമോൺ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതൊരു 2 ടൈംസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് പേജ് എടുക്കുക അതിൽ ഹോർമോൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആ പേരുകളെല്ലാം ആദ്യം തന്നെ 9 എണ്ണം അത് ബൈഹാർട്ട് ചെയ്യുക. ഏതൊക്കെ ഹോർമോൺ ആണ് ആ പേര് പഠിക്കുക. അതിന്റെ ഫങ്ഷൻസും പഠിക്കുക. അത് നിങ്ങൾക്ക് ഒരു ഡേ ബൈ ഡേ 1-2 തവണ റിവിഷൻ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ പ്രോട്ടീൻ അപ്പൊ ഞാൻ ഇത് മൊത്തം പഠിക്കണം എന്നല്ല പറഞ്ഞത്. ഇതിനകത്ത് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പെപ്റ്റൈഡ് ഹോർമോൺ ഏതാന്ന് വെച്ചാൽ അതിന്റെ പേര് പഠിക്കണം. സ്റ്റിറോയിഡ് ഏതാണെന്ന് വെച്ചാൽ അത് പഠിക്കണം. അമിനോ ആസിഡ് ഹോർമോൺസ് വെച്ചാൽ അത് പഠിക്കണം. കാരണം അത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇപ്പൊ അതിൽ വാട്ടർ സോലുബിൾ ഏതാണെന്ന് വെച്ചാൽ അത് പഠിക്കണം. ഫാറ്റ് സോലുബിൾ ഏതാണെന്ന് വെച്ചാൽ അത് പഠിക്കണം. അതിനുശേഷം വരുന്നത് പിന്നെ ഓരോ ഹോർമോണും അതിന്റെ ഫങ്ഷൻസ് അതിന്റെ റിലേറ്റഡ് ലാബ് ടെസ്റ്റുകൾ. ഇനി പിന്നെ ഫീഡ്ബാക്ക് മെക്കാനിസം നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് മോർ കോമൺ. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നത്, ലെസ് കോമൺ ഏതാണ്, പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഏതാണ് എക്സാമ്പിൾ അത് നോട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വാട്ടർ സോൾബിൾ ഹോർമോൺസ് എങ്ങനെയാണ് കിടക്കുന്നത്, ദെൻ ലിപ്പിഡ് സോൾബിൾ ഹോർമോൺസ് എങ്ങനെയാണ് പോകുന്നത്, ഡയറക്റ്റ് ന്യൂക്ലിയസിലേക്കാണോ സൈറ്റോപ്ലാസത്തിലേക്കാണോ, ഓരോ ഹോർമോൺസും അതിന്റെ സെക്രീഷൻസ് അതിന്റെ ഫങ്ഷൻസ് ഒന്നും ഓരോ പേജും എടുത്ത് നോട്ട് ചെയ്ത് വായിച്ചു നോക്കുക. ലാസ്റ്റ് നമുക്ക് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് റിസപ്റ്റേഴ്സ് ഈ ഭാഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. മെമ്പറൈൻ റിസപ്റ്റേഴ്സ്, എ സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റേഴ്സ്, ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ഇപ്പൊ ചോദ്യം ചോദിച്ച് റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഒന്നുമില്ല, നമ്മൾ എന്താ പറയാ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഇതിനായിട്ട് ഇരിക്കണം. പറ്റും, നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും അത് നടക്കും.